ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്നതുപോലെ നിങ്ങളും വന്നോ കേട്ടോ. എന്തെന്നാന്ന് കറക്റ്റ് പ്ലാനിങ് ഒന്നും എനിക്കറിയില്ല. ശരിക്കും ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പല്ലും തേച്ച് ഒന്ന് ഫ്രഷ് ആയതേലും കണ്ണല്ലൊരു ഇടുങ്ങിയ പോലെയുണ്ട്. ഇന്ന് ലീവാണ്. അന്നേരം അജയേട്ടൻ പറഞ്ഞു രാവിലെ പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ റെഡി ആവുന്നുണ്ട്. അജയേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ 3 പെണ്ണുങ്ങൾ റെഡി ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അനു റെഡി ആയിട്ടുണ്ട്. സേ ഹായ്. ഹായ്. ആദ്യം എപ്പുറം റെഡി ആയിക്കോ എടുക്കുന്നുണ്ട്. ആദ്യക്ക് ഇങ്ങോട്ട് വാ നമ്മളെ വരുന്നുണ്ട് ഏട്ടാ. ഹലോ. എവിടെ പോകുന്നമ്മ? വെജ്മി എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ്. നമ്മളെ അടുത്ത് തന്നെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ തൊട്ട് സൈഡില്. നടന്നിട്ട് ഇവിടെ ദൂരെയുള്ളൂ. അങ്ങനെ പറഞ്ഞാ പോകുന്നത്. ഇനി ആടെ എത്തുമ്പോക്ക് സമയം ഇപ്പൊ 9:30 കഴിഞ്ഞു. ഇനി ഇപ്പൊ ആടെ എത്തുമ്പോക്ക് മിക്കവാറും പിന്നെ ക്ലോസ് ചെയ്യോ ക്ലോസ് ചെയ്യുമല്ല, ബ്രേക്ക്ഫാസ്റ്റ് തീർന്നു പോവോ, തിരക്കായിരിക്കും, ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാട്ടാ. ഓക്കെ എന്നാല്. അങ്ങനെ നമ്മ ഫുഡെല്ലാം കഴിച്ചിരിക്കുന്നു. ആടെ അധികം ഫാമിലി റൂമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. കാണുന്നില്ല. ഒരു വലിയ ഹാള്, പിന്നെ നല്ല ക്രൗഡായിരുന്നു. പിന്നെന്താ ഫാമിലി റൂമും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ലോ ബഡ്ജറ്റ് ആണ് കേട്ടാ. അധികം വലിയ റേറ്റോ അതൊന്നുമില്ല. അതിൻ്റെതായിട്ടുള്ള കുറച്ച് ആൾക്കാരെ തിരക്കെല്ലാം ഉണ്ട്. മുന്നേ ഷാർജയിലവർക്ക് അറിയുമായിരിക്കും. ഷാർജ നെസ്റ്റോന്റെ ബുത്തീന നെസ്റ്റോന്റെ അടുത്ത് തന്നെ ഇതിന്റെ വേറൊരു ഇതുണ്ട്, ബ്രാഞ്ച് ഉണ്ട്. അന്നേരം ആടെ തന്നെ എല്ലാവരും പറയലുണ്ട് നല്ലതാണ്. അജയേട്ടൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ പോയ സമയത്ത് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അജയേട്ടൻ എപ്പോഴും പറയുന്നത് നമുക്ക് ഒരു ദിവസം പോയിട്ട് കഴിച്ചിട്ട് വരാന്നല്ല. അന്നേരം എപ്പോഴും തിരക്ക് തന്നെ ആയിരിക്കും. ഇന്നും നല്ല തിരക്കുണ്ട്. ലീവില്ലാത്ത ദിവസം വരണം, എന്നാ പിന്നെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അന്നേരം അജയേട്ടൻ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, കണക്കിട്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് സംഭവം. അന്നേരം ഫാമിലി റൂം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഓപ്പൺ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ. ഗീ റോസ്റ്റ് വാങ്ങിച്ചു, മസാല ദോശ വാങ്ങിച്ചു, ഫിൽറ്റർ കോഫി വാങ്ങിച്ചു. പിന്നെ ഫിൽറ്റർ കോഫി അല്ല, നോർമൽ കോഫിയാണ്. പക്ഷെ ഫിൽറ്റർ കോഫീന്റെ ഒരു ടേസ്റ്റ് തന്നെ. പിന്നെ എന്തെന്നാ മേടിച്ചതിപ്പാ, പിന്നെ പൂരി ഭാജി മേടിച്ചു, പൊടി ഊത്തപ്പം മേടിച്ചു. അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ചത്. ചേട്ടൻ ബില്ലെല്ലാം ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടാ. ഹലോ. നമ്മ പ്ലേസ് മാറി. ആടുന്ന് നേരെ പിന്നെ ഇവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ചേട്ടൻ വരുന്നത് പറഞ്ഞല്ലേ. പിന്നെ നമ്മളൊരു പാർക്കിങ്ങിന്റെ ഒന്ന് റെഡിയാക്കാനുണ്ടായിന്. അന്നേരം അതുകൊണ്ട് നേരെ ഇവിടെ എന്തെന്നിപ്പോ അതിന്റെ പബ്ലിക് പാർക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെയായി, റമീസ് മാളിന്റെ അടുത്ത്. ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് എത്തണ്ട. റമീസ് മാളിന്റെ നേരെ സൈഡിലുള്ളൊരു ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. ഞാനും അനുവാദിയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ചേട്ടൻ അടിയുണ്ട്. ഒരാള് വന്നിട്ട് അയാളാകെ ചമ്മി. ഒരാള് വന്നിട്ട് പിന്നെ അയാളെ വണ്ടിയാന്ന് വിചാരിച്ചിട്ട് വേഗം ചാടി കയറാൻ വേണ്ടി നിൽക്കുന്നതാണ്. എന്തോ ഭാഗ്യത്തിന് ഓപ്പൺ ആക്കിയിട്ടില്ല. ചാടി കയറാൻ വേണ്ടിട്ട് ഡോറ് തുറക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായത്. പെട്ടെന്ന് എന്തോ ഒരു ബോധം വന്നിട്ട് എന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അയാൾ അവിടെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇല്ലപ്പ ഞാൻ ഫ്രണ്ട് ക്യാമറ അല്ല. അവര് വിചാരിച്ച അയാൾ ഷൂട്ട് ചെയ്യുന്നതാന്ന് ചോദിച്ചിട്ട് അയാൾ ഒറ്റ നടന്നു അങ്ങോട്ട്. പക്ഷെ ഞാൻ ഫ്രണ്ട് ക്യാമറ അല്ലേ. എന്നിട്ട് അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് പ്ലാൻ ഇടാവൊന്നുമില്ല കേട്ടാ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്തെന്നാന്നുള്ളത് നോക്കാം. പേയ്മെന്റ് ഓൾറെഡി കഴിഞ്ഞതാണ്. പക്ഷെ അത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. അന്നേരം എന്തുകൊണ്ടാന്നുള്ളത് ഒന്ന് അന്വേഷിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ദിവസമായി, ഒരാഴ്ചയായി പേയ്മെന്റ് പൈസ കട്ടായിട്ട്. പക്ഷെ റെഡി ആക്കാൻ വേണ്ടിട്ട് അടുത്തേക്ക് വന്നത് കേട്ടാ.
അനുവാദി ഫ്രണ്ട്സ് ക്യാമറേന്റെ മുമ്പിൽ ഫ്രണ്ട്സ്. ക്യാമറ അങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് ദുഷ്മൻ തുമേര ദുഷ്മൻ എന്നുള്ള പറയുന്നത് അടിപിടിയാവും. അങ്ങനത്തെ അനുവാദിയാണ്. പിന്നെന്താ അനു അടി കിട്ടുവേ. എല്ലാരും വിചാരം ഇരട്ടകള് എന്ന് പറഞ്ഞാല് പാവങ്ങളാണ്, അടിയൊന്നും കൂടൂല. തിരുത്തണം ഗൈസ്, നിങ്ങളെ മനസ്സിലുള്ള തെറ്റിദ്ധാരണയാണത്. ആ ഒരു സംഭവം നിങ്ങൾ തിരുത്തണം. മുമ്പ് കണ്ട പച്ചവരും തിരുത്തണം. ട്വിൻസ് എന്ന് പറഞ്ഞാൽ അടിയും പിടിയും ജഗ പുകയെല്ലാം ഉണ്ടാവുന്ന എല്ലാ അർത്ഥം അങ്ങനെയാണെന്ന് പറയില്ല. തിരുത്തണം. പിന്നെ നിങ്ങൾ തല്ലുകൂടയില്ലേ അനുവാദി? സത്യം പറ, സത്യം പറ. നിങ്ങൾ എന്തിനെല്ലാം വേണ്ടിട്ട് അടി കൂടും? നിങ്ങൾ രാവിലെ എണീക്കുന്നതേ അവരെന്തെന്ന് ഇന്ന് അടി കൂടാന്നില്ല ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ആള് പറയല്ലേ? ഇല്ലേ നിങ്ങൾ അടി കൂടയില്ലേ? ഒരു ആദ്യം ആരി കുളിക്കല് എന്ന് പറഞ്ഞിട്ട് അടി കൂടല്, ആദ്യം ആരി എണ്ണ തേക്കല് പറഞ്ഞിട്ട് അടി കൂടല്. എന്റെ കള്ളികള്. ആദ്യം എണ്ണ തേച്ചവര് ആദ്യം കുളിക്കൂല, ആദ്യം എണ്ണ തേച്ചവര് രണ്ടാമതേ കുളിക്കൂലോ. ആദ്യം ആര് സോപ്പ് കവറ് പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് അടികൂടല്, ആദ്യം ആര് പേസ്റ്റ് ഉദ്ഘാടനം ചെയ്യല് എന്ന് പറഞ്ഞിട്ട് അടികൂടല്. പിന്നെ എന്തെന്ന് സോപ്പ് പറഞ്ഞു, പേസ്റ്റ് പറഞ്ഞു. പിന്നെ എന്തെന്ന് എന്തിനെല്ലാം രീതിയിൽ അടികൂടാനുള്ള വകുപ്പുണ്ടോ അതൊന്നും അവര് മിസ് ചെയ്യില്ല. എല്ലാണത്തിനും അടികൂടും. ഞാൻ ആ സമയത്ത് ബദിരിയും മുഖ്യവും ആവും, എടിങ്ങും മൂലക്ക് മിണ്ടാണ്ട് പോയിട്ടിരിക്കും. അന്നേരം കഴിഞ്ഞോട് കൊണ്ട് വെറുതെ ഒന്നല്ല കേട്ടാ, വെറുതെ. ഇതെല്ലാം നോട്ട് ചെയ്തോ നിങ്ങൾ, ഓരോരോ ആൾക്കാരെ നോട്ട് ചെയ്ത് വെച്ചോ. അനുവാദിന്റെയും ഷോർട്സും വീഡിയോ എല്ലാം കണ്ടിട്ട് അനുവാദി പാവാന്ന് പറയുന്നവര് അങ്ങനെ മനസ്സിലില്ലവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഇവര്. ടെററാണ്, ടെറർ. പണ്ടും അതെ, ചെറുപ്പത്തിലും അതെ, വലുതാവുമ്പോഴും അതെ. ഇപ്പൊ ഇതിനുള്ളുന്ന ഒരു കരയില് കാര്യം അജേട്ടൻ എന്നാട് പറയും, രണ്ടിനെ പിടിച്ച് പുറത്തേക്ക് ഇടേണ്ടി വരും എന്ന് പറയും. എന്നാട് പിന്നെ മിണ്ടാണ്ടെന്നോളൂ. നല്ലോണം ഉണ്ട് കുരുത്തക്കേട്. അതിന്റെ കാല് ശരിയായ അതിന്റെ കാല് ഇന്നലെ ഇതായിട്ടുണ്ടായിട്ട് കാല് ഏലിന് കേറി തുള്ളിയതാ. മതി സോഫയിന്ന് കേറി സെറ്റീന്ന് കേറിയിട്ട് എന്നിട്ട് അങ്ങനെ എന്നിട്ട് എന്നിട്ട് എന്റെ കാല് പൊട്ടി. പിന്നെ നടക്കാനാവുന്നുണ്ടായില്ല ആദ്യം. പിന്നെ ആദ്യം നടക്കാനാവുന്നില്ല. പിന്നെ ആദ്യം മുടന്തി നടക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ കരച്ചില്, നടക്കുമ്പോ കരച്ചില്. അടുത്തത് നമുക്ക് എവിടെ പോവാന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ പിന്നെ വിചാരിച്ചു അനുവിന്റെ അതിന്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്തിയേക്കാം ഇന്ന് എന്തായാലും. കാരണം എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, അധികം വലിയ ലേറ്റ് ആയിട്ടുമില്ല. അങ്ങനെ അത്യാവശ്യം ബാഗും അങ്ങനെയുള്ള സംഭവങ്ങളിലും വാങ്ങിക്കാനുണ്ട് കേട്ടാ. അന്നേരം പിന്നെ നേരെ സഫാരി മാളിലേക്ക് തന്നെ വിട്ടു, എങ്ങനെയാന്ന് ഏതാണെന്ന് നോക്കാലോ വിചാരിച്ചിട്ട്. പൊതുവേ ഈ ഭാഗത്തേക്ക് നമ്മൾ അധികം അങ്ങനെ വരുന്ന ആൾക്കാരല്ല. കാരണം ഇതിന്റെ അകത്തേക്ക് കയറാൻ തന്നെ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. കണ്ട ഇപ്പം വണ്ടി ഇങ്ങനെ ഒരു കുറച്ച് സ്ലോ മൂവിങ് ആയിരിക്കും, അധികം നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് ഒരു ലീവില്ല ദിവസം കൂടിയാണ്, പിന്നെ നോർമലി ചോദിക്കണ്ടല്ലോ. അന്നേരം പിന്നെ നമ്മൾ വിചാരിച്ചു നേരെ ഇതിന് തൊട്ട് മുന്നിൽ തന്നെ, റോഡിന് മുന്നിൽ തന്നെ ഇവരെന്നെ ഒരു പാർക്കിംഗ് ഉണ്ട്, ബേസ്മെന്റ് അല്ല, റോഡിന് മുന്നിൽ തന്നെ വരുന്നത്. അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നടക്കാം. അതാവുമ്പോ അവിടെ അധികം തിരക്കുണ്ടാവില്ല. അങ്ങനെ വിചാരിച്ചിട്ട് നിൽക്കേനെ. പക്ഷെ ഈ വണ്ടി ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാലേ നടക്കൂലോ ഇതെല്ലാം. മിസ്റ്റർ ബീനിലല്ലേ? എന്തിനാ നമ്മ ഇപ്പൊ നേരെ സഫാരി ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നടക്കുന്നത് കേട്ടാ. ബാക്കി അപ്പുറം കുറെ ഷോപ്പും അതും ഇതെല്ലാം ഉണ്ട്. അതാവുമ്പോ ബാക്ക് ടു സ്കൂളിന്റെ കൗണ്ടറും എല്ലാം ഉണ്ടാവുമല്ലോ വെച്ചിട്ട് നേരെ അങ്ങോട്ട് നടക്കുന്നത്. ഓഫർ
കൂളിംഗ് ഗ്ലാസ് കൊടുത്തോനോ കൊടുത്തു ആദ്യം കൂളിംഗ് ഗ്ലാസ് കൊടുത്തു വീടല്ല കേട്ടാ വണ്ടിയിൽ വെക്കാനേ ഇല്ലു ഇത് കാണുമ്പോ നമുക്ക് മനസ്സിലായി ഏകദേശം എല്ലാം ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നു കേട്ടാ കാരണം ഇതിന്റെ കൗണ്ടറിൽ തന്നെ എല്ലാം ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കയറുന്ന സമയത്ത് തന്നെ കയറുന്ന സൈഡിൽ തന്നെ ആയിട്ട് ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വലിയ റേറ്റും ഇല്ല റീസണബിൾ റേറ്റില് സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഓൾറെഡി ഇവർക്ക് സ്കെച്ച് പെൻസിൽ കളറിങ് സെറ്റ് അങ്ങനത്തെ എല്ലാം ഉണ്ട് അതൊന്നും വാങ്ങിക്കണ്ട ബാഗ് ലഞ്ച് ബോക്സ് ഓൾറെഡി ഉണ്ട് കേട്ടാ ശരിക്കും പൗച്ച് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് വേണ്ടത് അന്നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് അനുവിനെ അധികം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോ ഇതിന്റെ സൈഡിലെല്ലാം കൊറേ കൂന കൂന കൂട്ടിയിട്ട് നോക്ക് നല്ലുണ്ട് കാണാൻ വേണ്ടിട്ട് പക്ഷെ അത് അത്ര ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നുന്നില്ല എടുക്കുന്ന സമയത്ത് എന്തായാലും വേറെ നോക്കാം ഒരുപാടധികം സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ട നല്ല ഭംഗിയിലെ ബാഗ് ഉണ്ട് ഞാൻ പിന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കുറച്ച് ബുക്കെല്ലാം ക്യാരി ചെയ്യാനുള്ളതുകൊണ്ട് സൈസിന്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളത് അവർക്ക് ഇഷ്ടപ്പെടുകയും വേണമല്ലോ കുറെ എണ്ണം കാണുമ്പോൾ അനുനിയാദിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് കണ്ട രണ്ടാളും ഇങ്ങനെ നടക്കുകയത് ഞാൻ പിന്നെ ഈ ഒരു ബാഗ് ആദ്യം ഞാൻ അതാ സെലക്ട് ചെയ്തത് കാരണം രണ്ടെണ്ണം ഉണ്ട് കാണാൻ വേണ്ടിട്ട് അത് ട്രോളി ബാഗും ആണ് അതല്ലെങ്കിൽ നമുക്കത് സിബെല്ലാം അടച്ച് ബാക്കത്തെ വീലെല്ലാം മുകളിലോട്ട് പുഷ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ട്രോളി ബാഗ് നോർമൽ ബാഗ് കണക്കുണ്ട് പക്ഷെ അത് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട് ബുക്കും എല്ലാം ആകുമ്പോൾ ഓവർ വെയിറ്റ് ആവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് വാട്ടർ ബോട്ടിലും ഒന്ന് എടുക്കണം അന്നേരം നോർമലായിട്ട് അധികം വെയിറ്റ് ഒന്നും ഫ്ലാസ്ക് ടൈപ്പ് ഓൾറെഡി വീട്ടിലുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നോക്കണം ലഞ്ച് ബോക്സ് ഓൾറെഡി ഇല്ലതുകൊണ്ട് പിന്നെ അത് വാങ്ങിക്കേണ്ട ചിന്ത എനിക്ക് വരുന്നില്ല എന്നാലും ഒരു കണ്ട് നടക്കാനൊരു രസമല്ലേ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളും മൽക്കുലത്തെ സാധനങ്ങളിലും ഉണ്ട് കേട്ടാ പിന്നെ അനുവിനെ അധികം വലിയ ത്രില്ലൊന്നുമില്ല ബാക്കിയുള്ള സംഭവങ്ങളിലും ഓൾറെഡി ഉണ്ട് അവർക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ ബാഗും ഒന്നും എടുത്തു വാട്ടർ ബോട്ടിലും ഒന്നും എടുത്തു കേട്ടാ ഏകദേശം അനുവിന്റെ അതിന്റെയും സ്കൂളിലേക്ക് പോകേണ്ട ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡ്രസ്സിന്റെ സെക്ഷനിൽ പോയി അതിന്റെ ഇടയിൽ ഒരു സംഭവം പൊക്കിക്കൊണ്ടിരുന്നണ്ട ഫേക്ക് നെയിൽസ് പിന്നെ അത് അവിടെ തന്നെ വെപ്പിച്ചു കേട്ടാ ഓണത്തിന്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ വന്നിട്ടുണ്ടേ കണ്ടു നിന്ന് പോവും അത്രയും ഭംഗിയുണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കൗണ്ടർ കണക്കി ആക്കിയിട്ട് കുറേ സെറ്റ് സാരിയും മുണ്ടും വേഷ്ടിയും നല്ല ഭംഗിയുണ്ട് കേട്ടാ പിന്നെ ഈ വർഷം എനിക്ക് ഓണമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ജസ്റ്റ് നോക്കുന്നത് വീഡിയോ എടുക്കുന്നത് അല്ലാണ്ട് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ഇല്ലാണ്ട് എനിക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങിക്കണ്ടെന്ന് എൻ്റെ ഒരു മനസ്സിൽ ഒരു ഇതുണ്ട് അതുകൊണ്ട് പിന്നെ ഞാനത് നോക്കുക മാത്രം ചെയ്തു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ട ഇതുപോലെ വിത്ത് ബ്ലൗസ് വരുന്നതുണ്ട് വിത്ത് ബ്ലൗസ് ഇല്ലാത്തതുണ്ട് കുറച്ച് റേറ്റ് വിത്ത് ബ്ലൗസിനുള്ളത് കുറച്ച് എനിക്കൊന്ന് 79 അങ്ങനെ സംതിങ് ദറംസ് ഉണ്ട് ബാക്കിയുള്ളത് 69 59 ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടാ കണ്ട കുറെ മലയാളം ലെറ്റേഴ്സ് വരുന്ന ഒരു സാരി കണ്ട ആ ബോർഡർ വരുന്നതാണ് കേട്ടോ മലയാളം ലെറ്റേഴ്സ് അതിന്റെ വിത്ത് ബ്ലൗസും ഉണ്ടേ എന്തായാലും ഇത് ഇപ്പം സഫാരി മാളിന്റെ അടുത്തുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പോയി നോക്കി നോക്കിക്കോട്ടാ എനിക്ക് തോന്നുന്നു ഇത്ര വില കുറവില് ഇനിയിപ്പം കുറച്ച് അങ്ങോട്ടാവുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല സ്റ്റോക്ക് ചെയ്ത് വെക്കാലോ ഒന്നുമില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് എല്ലാം കണ്ട് നടക്കാൻ വേണ്ടി അതുപോലെ ദാവണി സെറ്റ് ആയാലും കുട്ടികളുടെ ഡ്രസ്സ് ആയാലും കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടാ ദാവണി സെറ്റ് എന്നെല്ലാം സ്റ്റിച്ചഡാണെന്ന് തോന്നുന്നു വരുന്നത് അത് ഞാൻ ആ സൈഡിലേക്ക് അധികം നോക്കിയിട്ടില്ല പക്ഷെ അതിന് ഏകദേശം ഒരു 150 തറംസിന്റെ അടുത്ത് വരുന്നുണ്ട് പക്ഷെ എല്ലാം നന്നായിട്ടുണ്ട് അനുവാദി ഏകദേശം മടുത്തു കേട്ടാ കുറേ ആയി കറങ്ങുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് അവർക്ക് കുറച്ച് അധികം മടുപ്പ് വന്നു പിന്നെ വേറെ അധികം പർച്ചേസിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് മെയിനായിട്ട് അനുമതി കാര്യമായതുകൊണ്ട് അത് വാങ്ങിച്ചിട്ട് നേരെ ബില്ലടിക്കാൻ വേണ്ടിട്ട് പോയേ പിന്നെ ബില്ലടിച്ചിട്ട് തൊട്ട് മുന്നേ തന്നെ വേറൊരു കൗണ്ടർ അണക്കിയുണ്ട് ഇവർ തന്നെ കേട്ടാ കുറച്ച് അധികം സാധനങ്ങൾ അവിടെയും ഉണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് അങ്ങോട്ട് കയറി നോക്കി എന്തെങ്കിലും തടയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അന്നേരം എനിക്ക് ഈ എന്താ പറയാ ചട്ടുകം അങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങിക്കാനുണ്ട് എനിക്ക് മറന്നുപോയി അന്നേരം ഞാൻ പിന്നെ വേഗത ഈ ഒരു ടൈപ്പ് ഇതൊന്നും എടുത്തു കേട്ടാ അതും അതിൻ്റെ ഒരു കയ്യിലെ ടൈപ്പുള്ളത് രണ്ടെണ്ണം ഞാൻ എടുത്തു അങ്ങനെ വലിയ റേറ്റ് ഒന്നുമില്ല എനിക്ക് തോന്നുന്നു കുറച്ച് വില കുറവാണെന്ന് തോന്നുന്നു
അങ്ങനെ പിന്നെ അവിടുന്ന് അത് മാത്രം എടുത്ത് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് റൗണ്ട് അടിച്ചൊക്കെ പെണ്ണല്ലേ വർഗം നമുക്ക് ഒന്ന് വാങ്ങിച്ചില്ലെങ്കിൽ ഒന്ന് റൗണ്ട് അടിക്കുന്നതിലൊരു സന്തോഷമല്ലേ. പിന്നെ ഇങ്ങനെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഇടാനല്ലേ, വേസ്റ്റ് പിന്നെല്ലാം ആക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബാസ്ക്കറ്റ് എല്ലാം. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ ചെറുതെല്ലാം ആയിട്ടുള്ളതെല്ലാം. അനുവാദി എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്, എല്ലാത്തിലും കയറിയിരുന്ന്. പക്ഷെ ആ ഒരു ചെയറിന് എനിക്ക് തോന്നുന്നു കുറച്ച് റേറ്റ് ഉണ്ട്. അന്നേരം അത് വലിയൊരു ലാഭമായിട്ട് തോന്നുന്നില്ല. അതിന് കുറച്ച് റേറ്റ് ഉണ്ട്. സാധാരണ അങ്ങനെ വലിയൊരു കുഷ്യനോ അങ്ങനെ സംഭവങ്ങളൊന്നും വരുന്നൊന്നുമല്ല. പക്ഷെ അതൊരു സ്വിങ് കണക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇരുന്ന് ആടാൻ വേണ്ടിയിട്ട് രസം ഉണ്ടാവുമായിരിക്കും. ഇങ്ങനെ പിന്നെ അവിടുന്ന് ആ 2 സാധനം മാത്രമേ വാങ്ങിച്ചിട്ടു കേട്ടോ. അധികം അത് 2 മാത്രമേ ഞാൻ അന്നേരം ചേട്ടന് കാണിച്ചു കൊടുക്കുകയും ഇത് 2 ഞാൻ അതിൽ ചട്ടുക ഞാൻ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നത്. അന്നേരം ചട്ടുകം നമ്മൾ നോർമൽ ചട്ടുകല്ല. അന്നേരം അതിന് പകരം ഇത് വാങ്ങിക്കാം, അത് കൈമ കിട്ടിയത് എന്തായാലും വാങ്ങിക്കാം വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചതാണെന്നെല്ലാം പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ബേർഡ്സിൻ്റെ ഇത് നമ്മൾ ബാൽക്കണിയിൽ കുറേ ഉണ്ട്, ലവ് ബേർഡ്സ് എല്ലാം പിഞ്ചസ് എല്ലാം ഉണ്ട്. പക്ഷെ അതിനൊന്നും വലിയ കാര്യമില്ല. പുറത്തെവിടെയെങ്കിലും ബേർഡ്സിനെ കണ്ടു കഴിഞ്ഞാൽ എന്നാണ് ഒരു ക്യൂരിയോസിറ്റിയാണ്. പാരറ്റിലും ഉണ്ട് അതിന് കേട്ടോ. പിന്നെ കുറേ ഫിഷ് ഉണ്ട് അക്വേറിയത്തിൽ, കുറച്ച് ഫിഷസും അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട്. വീട്ടിലില്ല അക്വേറിയത്തിലെ മീനിന് ഫുഡ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡിമാൻഡ് കളിക്കുന്നവരാണ്. ഇപ്പം പുറത്ത് പോയ സമയത്ത് ഒരു മീനിനെ കണ്ടുപോലെ കളി നോക്കിയേ എന്താ ഇഷ്ടമെന്ന്. അങ്ങനെ പിന്നെ സ്കൂൾ ഷോപ്പിംഗ് എല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടാ, കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ബാക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് ആടെ നിന്ന് ഇറങ്ങിയേ.